മലയോര മേഖലയിലെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ വിഹരിക്കുകയാണ്. എന്നാൽ കാട്ടുപന്നികൾ കയറാൻ ഭയപ്പെടുന്ന ഒരു കൃഷിയിടമുണ്ട് ചെറുപുഴ പഞ്ചായത്തിൽ. വനത്തിന്റെ അരികിലായിട്ടും രാജഗിരിയിലെ തെരുവംകുന്നിൽ കുരിയാച്ചന്റെ കൃഷിയിടത്തിൽ മാത്രം ഇതുവരെ പന്നികൾ കയറിയിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി പന്നികൾ ഈ കൃഷിയിടത്തിൽ കയറാതെയായിട്ട്. അതിന് കാരണം കുരിയാച്ചന്റെ അത്ഭുത മരുന്ന് തന്നെയാണ്. സമീപത്തെ കൃഷിയിടത്തിലെല്ലാം പന്നികൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുമ്പോൾ കുരിയാച്ചന്റെ കൃഷി മാത്രം പന്നികൾ ഉപദ്രവിക്കാത്തത്. കാട്ടിൽ നിന്നും ശേഖരിച്ച വിവിധ ഔഷധ മരുന്നുകൾ കൂട്ടിയാണ് പന്നിക്കെതിരെ മരുന്ന് നിർമ്മിക്കുന്നത്. ഒരു തവണ മരുന്ന് തെളിച്ചാൽ 3 മാസം വരെ ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് കുരിയാച്ചൻ പറയുന്നു. ഇതിന്റെ അപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് പന്നി, മുള്ളൻ, സകല കാട്ടുമൃഗങ്ങളുണ്ട്. ആന മാത്രം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പന്നിയുടെ ശല്യം ഭയങ്കരമാണ്. പക്ഷേ ഈ മരുന്ന് പന്നിയുടെ ഈ റെപ്പലന്റ് മെഡിസിൻ ഉണ്ടാക്കി അടിച്ചു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ ഇതുവരെ പന്നി വന്നിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഈ കൃഷി ചെയ്യുന്നു. നിങ്ങൾക്കും അറിയാവുന്നതാണ്, പലരും വന്ന് കണ്ടതാണ്. ഈ വർഷം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ശരിക്കും കിഴങ്ങുവിളകൾ എന്ന് പറയാൻ കാച്ചിൽ, ചേമ്പ്, ചേന, ചെറുകിഴങ്ങ്, കപ്പ, പിന്നെ വാഴ, ഇതെല്ലാം പന്നി തിന്നുന്ന സാധനമാണ്. നിലവിൽ ഒന്നിനെയും ഉപദ്രവിച്ചിട്ടില്ല. ഇല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പം ഈ മരുന്ന് കുറച്ചുകൂടി ഔഷധ സസ്യങ്ങൾ ചേർത്ത് പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നേരത്തെ ഒരു കിഴങ്ങും ആവണക്കെണ്ണയായിരുന്നു. ഇപ്പോൾ 4 തരം പച്ചമരുന്ന് കൂടി അതിലേക്ക് വന്നിട്ടുണ്ട്. കാരണം പന്നി തിന്നാത്ത ഇപ്പോഴും ഗവേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇത്. ശരിക്കും ഇത് സക്സസ് ആണെങ്കിൽ ശരിക്കും ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ ബോട്ടണി വിഭാഗം ഡിപ്പാർട്ട്മെന്റിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗവേഷണം നടത്താൻ പറ്റും. കാരണം ഓരോ ജീവിയും തിന്നാത്ത ഇലകൾ അല്ല അത്തരത്തിലുള്ള സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഷായം ഉണ്ടാക്കുന്നത്, മരുന്ന് ഉണ്ടാക്കുന്നത്. അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വരെ, 2.5 മാസം 3 മാസം വരെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ വലിയ എല്ലാ സ്ഥലത്തും വേലി കെട്ടാനോ കറണ്ട് കിട്ടാനോ നമുക്ക് പറ്റത്തില്ല. കാരണം അതുകൊണ്ട് ഇത് ഏറ്റവും എളുപ്പം കർഷകർക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് കണ്ട് ഒരു സഹായം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒറ്റയ്ക്കാവില്ല നമുക്ക്. ഈ കണ്ടുപിടുത്തങ്ങൾ ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം. കുരിയാച്ചൻ നിർമ്മിച്ച മരുന്നിപ്പോൾ കൃഷിവകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരികയാണ്. നിരവധി കർഷകർ പലതവണ ഇവിടെ വന്ന് മരുന്ന് കൊണ്ടുപോയി ഉപയോഗിച്ചതായി കുരിയാച്ചൻ പറയുന്നു. നിരവധി കർഷകർ ഇപ്പോഴും ഇവിടെ മരുന്ന് വാങ്ങാനായി എത്തുന്നുമുണ്ട്. മലയോര ജനതയുടെ സൗഭാഗ്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി 1ാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷ ലോട്ടറി ഏജൻസീസ്, മെയിൻ റോഡ് കരുവഞ്ചാൽ, സെൻട്രൽ ബസാർ ആലക്കോട്, ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം, ബസ് സ്റ്റാൻഡ് ചെറുപുഴ. സൗഭാഗ്യത്തിന്റെ പൊൻസ്പർശം.